കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. നടുക്കം വിട്ടുമാറിയിട്ടില്ല മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട കൃഷ്ണന്. തീപിടിച്ച കരിമരുന്ന് പുരയിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു എരുമപ്പെട്ടി കരിയന്നൂർ സ്വദേശി കൃഷ്ണൻ. ചൂടുകൊണ്ട് പൊട്ടിത്തെറിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് കൃഷ്ണൻ പറയുന്നു. ഉച്ചയൂണും കഴിഞ്ഞ് കരിമരുന്ന് പുരയിലിരുന്ന് മരുന്ന് പൊടിക്കുകയായിരുന്നു കൃഷ്ണൻ. 3:30 ശക്തമായ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടത്. പ്രകമ്പനത്തിൽ തെറിച്ചു വീണ കൃഷ്ണൻ കണ്ടത് അല്പം അകലെയുള്ള വെടിമരുന്ന് നിറയ്ക്കുന്ന പുരയുടെ ഭാഗത്ത് വാനോളം ഉയർന്ന തീഗോളമാണ്. ഇതോടൊപ്പം കൃഷ്ണൻ പണിയെടുത്തിരുന്ന പുരയിലെ കരിമരുന്നിലും തീ പിടിച്ചിരുന്നു. ഇതോടെ കൃഷ്ണൻ എഴുന്നേറ്റ് ഓടുകയായിരുന്നു. ഇതിനിടയിൽ തുടർച്ചയായി സ്ഫോടനങ്ങളുമുണ്ടായി. വസ്ത്രങ്ങളിലും ശരീരത്തിലും കരിമരുന്ന് പുരണ്ടിരുന്നതിനാൽ 1 കിലോമീറ്ററോളം ദൂരത്തിൽ താൻ ഓടിയെന്നും കൃഷ്ണൻ പറയുന്നു. മണിക്കായിരുന്നു സംഭവം ഉണ്ടായത്. 3:20, 3:15 ഇടയിൽ വരെ ഉണ്ടായിട്ടുള്ളൂ. എന്താ സംഭവിച്ചത്? അത് പറയാൻ പറ്റില്ല. ഞാൻ തീയാഴ്ച കണ്ട് ഓടിയത്. ആദ്യം സ്റ്റാർട്ടിങ് പൊട്ടി കേട്ടപ്പോൾ ഞാൻ ഇട്ട് ഓടി. എന്താണെന്ന് നോക്കാൻ നിന്നില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ പണി കൊടുത്തത്. എനിക്ക് ആരും നോക്കണ്ടേ, ഞാൻ മാത്രമേ നോക്കുന്നുള്ളൂ. എനിക്ക് മരുന്നുണ്ടാക്കാൻ പരിപാടി തനിച്ചാണ് ഉണ്ടാക്കുള്ളൂ. ഫ്രണ്ടിലാണ്, നിറവിൻ്റെ അവിടെ നിന്നാണ് ഞാൻ തീ കണ്ടത്. മാക്സിമം ഞാൻ ഫ്രണ്ടിൽ തന്നിട്ടിരിക്കുകയാണ്. അവിടെ ബാക്കിൽ പിന്നെ നോക്കുള്ളൂ. എത്ര ദൂരം ഉണ്ടായിരുന്നു? മാക്സിമം അവിടെ വരെ അത്ര ദൂരം ഉണ്ട്. ഞാനിരിക്കണം ഷെഡ് കൊണ്ടായിട്ട്. ഈ കുഴിമിന്നിലിട്ട് കഴിഞ്ഞാൽ അത് നിറയ്ക്കുന്ന ഗുണ്ടുകളെ കൊണ്ടല്ല, അപ്പോൾ നിറയ്ക്കും. അതിൻ്റെ അടുത്താണ് പോകുന്നുണ്ടായത്. എത്ര ആളുകൾ ജോലി ചെയ്തു? അവിടെ ഒരു 10-40 ആളുണ്ടാവും. മൊത്തം അത് എനിക്കറിയാം എത്ര ഉണ്ടെന്ന് അറിയില്ല. അത് എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ നോക്കാറില്ല. എനിക്കാണ് പോകാൻ പറ്റില്ല, ഞാൻ പോകില്ലുണ്ട് അതിന്. അത് അറിഞ്ഞിട്ടില്ല. ഞാൻ തീയാഴ്ച കണ്ട്. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അവിടെ തീയാളിനെ പറഞ്ഞ് എന്നെ ഓടിപ്പോയത്. പിന്നെ ഞാൻ അവിടെ നിന്നില്ല, പിന്നെ പുറത്തേക്ക് ഓടിപ്പോയി. പിന്നെ അവിടെ പൊട്ടൊക്കെ ഇട്ടിരുന്നു. രക്ഷപ്പെട്ടു. ഒരു 1.5-2 കിലോമീറ്റർ ദൂരം ഓടിപ്പോയി. പിന്നെ കാണികൾ അവിടെ നിൽക്കുന്നുണ്ട്. ജനങ്ങൾ റൂട്ടിൽ ആ പള്ളിയുടെ നല്ല പെരുന്നാളായിരുന്നു, അമ്പും പെരുന്നാളായിരുന്നു. അപ്പോൾ ആൾക്കാർ ഒരു പള്ളി പെരുന്നാളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ വിളിച്ച് മരുന്നുണ്ട്. കഴിയുന്ന ആംബുലൻസ് പോലെ മരുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഓടി. എൻ്റെ കണക്ക് എൻ്റെ ഒപ്പം വന്ന ഒരു 8-9 ആളുണ്ട്. ഞങ്ങൾ 9-8 ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടുണ്ട്. എന്തെങ്കിലും പൊട്ടില്ലേ അതിനുള്ളൂ, അല്ലാതെ ആരും കാണില്ല, അടുക്കാൻ പറ്റില്ല. നിറവിൻ്റെ അവിടെ അധികം മരണപ്പെട്ടത്. എത്ര വർഷമായി ഇവിടെ? 5 വർഷമായി. കൊണ്ടുതന്നെ സിഗരറ്റ് കൂടെ 10-16 16 കൂടുതലേ ഉള്ളൂ. എല്ലാവരും വീട്ടിൽ അടുപ്പുള്ള ആളുകൾ? അടുപ്പാണ്. പ്രയാസം കുറച്ച് ചെറിയ ബുദ്ധിമുട്ട്. അങ്ങനെ ഇല്ല, ഒരിക്കലും ഉണ്ടാവുന്ന പരിപാടി. അത് ബന്ധം ഉണ്ടായിരുന്നൊരു എനിക്കറിയില്ല. തീ കണ്ടുകൊണ്ട് ഞാൻ ഓടി. എവിടെയാണ് എന്താണ് ഞാൻ നോക്കിയില്ല. ഞാൻ സാക്ഷിയോട് ഞാൻ എൻ്റെ ശരീരം കൊണ്ട് ഓടി. അത്രേ പറ്റുള്ളൂ. മറ്റേ കൂടെ ഇന്ത്യയിലേക്ക് ഒരാൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. എനിക്ക് ആരും നോക്കണില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ 9 എൻ്റെ ഇതിലേക്ക് വന്നു. ഓടി ലക്ഷം അവിടെ ചെറിയ 9 കൂടി കണ്ടുമുട്ടി. കുറച്ചാളുകൾ കൂടി രക്ഷപ്പെടാൻ പറ്റി. നിറവിൻ്റെ അവിടെ നിന്ന് സംഭവം ഉണ്ടായിരിക്കുന്നത്. പിന്നെ അവിടെ തീയാകെ പറഞ്ഞാകെ ഷെഡാക്കും മലക്കി പോയി. വലിയ പെരുന്നാൾ കത്തിയാണ്ടായിരുന്നു, കുറച്ച് കത്തിയാണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടായിരുന്നു. അങ്ങനെ കത്തിപ്പോയി. ഈ ഷെഡൊക്കെ എന്തുകൊണ്ട് നിർമ്മിച്ചായിരുന്നു? ഓടിട്ട് വരികയാണ്. പിന്നെ 2-3 ഷെഡ് പോലെ ടർപ്പായ കെട്ടിയിട്ടുണ്ട്. അതറിയണം. എന്താണ് കാരണം അറിയില്ല. ശക്തമായ ചൂടാണെന്നൊരു കാരണം അതൊക്കെ അറിയാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദൂരത്താണ്, ഇവർ കുറച്ച് ദൂരത്താണ്. ഞങ്ങൾ രണ്ട് സ്റ്റേഷനായിട്ടിരിക്കുക. 2 സ്റ്റേഷനിൽ പടക്കേണ്ട വേറെ, മാർക്കിമാരെ മരുന്ന് ഉണ്ടാക്കുന്നവരെ, അങ്ങനെ 2-4 സ്റ്റേഷനായിരിക്കുക. അപ്പോൾ അവിടേക്ക് ഇരിക്കുന്ന ആർക്കും അറിയില്ല. ഇല്ല. കരിമരുന്ന് പൊടിച്ച് നിറയ്ക്കലായിരുന്നു കൃഷ്ണന്റെ പണി. കൃഷ്ണൻ തനിച്ചായിരുന്നു ഈ പുരയിൽ പണിയെടുത്തിരുന്നത്.
കുറച്ച് ദൂരത്തിലുള്ള നിറപ്പുരയിലാണ് ആദ്യ സ്ഫോടനം ഉണ്ടായതെന്ന് കൃഷ്ണൻ പറയുന്നു. പൊട്ടിത്തെറിക്കുന്ന ഡൈന, കുഴിമിന്നൽ, അമിട്ട്, ഗുണ്ട് എന്നിവ നിറയ്ക്കുന്ന പുരയാണ് നിറപ്പുര. ഇതിലാണ് സ്ഫോടക വസ്തുക്കൾ ഉള്ളത്. മരിച്ചവരും ലൈസൻസി സതീഷ് ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റവരും നിറപ്പുരയിൽ ഉണ്ടായിരുന്നവരാണ്. മറ്റു ഷെഡുകളിൽ പടക്കവും തിരിയും ഉണ്ടാക്കുന്നവരായിരുന്നു. 1.5 ഏക്കർ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന 5 ഷെഡുകളും പൊട്ടിത്തെറിയിൽ പൂർണ്ണമായും തകർന്നു. 40ഓളം പേർ ഉണ്ടായിരുന്നതായാണ് കൃഷ്ണൻ ഓർക്കുന്നത്. 5 വർഷമായി കൃഷ്ണൻ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിൽ പണിയെടുത്തു വരുന്നു. അപകടത്തിന് നടുക്കം മാറാത്ത കൃഷ്ണൻ ആരോടും അധികം സംസാരിക്കുന്നില്ലെന്ന് വീട്ടുകാർ പറയുന്നു. സഹപ്രവർത്തകരുടെ ദാരുണമായ മരണത്തിൽ അതീവ ദുഃഖിതനാണ് കൃഷ്ണൻ.